എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടൊരു 3-4 വർഷമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് കണ്ടൻറ്റ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. ആദ്യമൊക്കെ കുക്കിംഗ് വീഡിയോ ആയിരുന്നു. ഈ കോവിഡ് സമയത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് മാറി ചെയ്യണം എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് വീണ്ടും ഇങ്ങനത്തെ ചാനൽ തുടങ്ങിയേക്കാം, അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഉള്ള ചാനലിൽ കൂടുതലായിട്ട് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെയാണ് കൂടുതൽ ഇടുന്നത്. കാരണം ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ഒരു പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുകയാണ്. അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് വീഡിയോയിലൊരു പ്രധാന കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ തുടങ്ങിയ ഈ സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ വീട്ടിൽ ഇരുന്നാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പേരിടണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നൂലെന്ന പേരിലാണ് ഇതിൻ്റെ പേരിട്ടത്. ഇതെൻ്റെ മോനാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനൊരു പേരിടാനായിട്ട്. അപ്പോൾ ഒരു നാടൻ പേരാണ്, പിന്നെ അധികം നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനൊരു പേര് എന്നുള്ളത് കൊണ്ട് നൂലെന്നാണ് ഇട്ടത്. ഇതിനകത്ത് അത്യാവശ്യം എനിക്ക് സ്റ്റിച്ചിങ്ങൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനിതുവരെ ആ ഒരു ബ്രാൻഡ് നെയിം വെച്ചിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഞാൻ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് സ്റ്റിച്ചിങ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊച്ചിന് പോകേണ്ടതുകൊണ്ട് നമ്മൾ വെളുപ്പിനെ എണീറ്റ് ജോലി തീർക്കണം. പിന്നെ ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ ഇതുപോലെ 7-8 മണിയൊക്കെ അടുപ്പിച്ചാവും. അന്നേരം പിന്നെ വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല, അടുത്ത ദിവസത്തേക്കുള്ള പണിയാണ് പിന്നെ. അപ്പോൾ അങ്ങനെ ഒരു യാന്ത്രികമായിട്ടുള്ളൊരു ലൈഫായിരുന്നു. ഇപ്പോൾ പിന്നെ ജോലിയില്ല. അന്നേരം ഞാൻ ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തതാണ്. എനിക്ക് ആദ്യം ഒരു ടേബിൾ ടോപ്പ് മെഷീനായിരുന്നു. പക്ഷേ അതിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന് എപ്പോഴും കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വേറെ മെഷീൻ എടുത്തു. ഇപ്പോൾ അതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഇത് തുടങ്ങാനും ഇങ്ങനെ തയ്ക്കാനും ഒക്കെയുള്ള പ്രചോദനം നമ്മുടെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകൾ തന്നെയാണ്. ഞാൻ കണ്ടുകൊണ്ടിരുന്ന യൂട്യൂബ് ചാനലുകളിൽ അവരൊക്കെ എന്നോടിങ്ങനെ, ഞാൻ കമൻസൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ അവരെന്നോടിങ്ങനെ പറയുമായിരുന്നു, പ്രോത്സാഹനമായിരുന്നു, നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. തുടങ്ങുക, എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ധൈര്യത്തിൻ്റെ പുറത്ത് അങ്ങ് തുടങ്ങിയതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ആയിട്ടുണ്ട് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ പോകുന്നതെന്ന് തന്നെയാണ് എനിക്ക് മറ്റുള്ളവർ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നാണ് കേട്ടോ പറയണത്. നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെങ്കിൽ, അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു എക്സ്ട്രാ ഇതുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളൊന്ന് ചെയ്തു പോയാൽ അത് പൈസയ്ക്ക് വേണ്ടി എന്നുള്ളതല്ല, പകരം മാനസികമായിട്ടും ഭയങ്കര റിലീഫാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട് എനിക്ക്. ഞാൻ ജുവല്ലറി ഒക്കെ ചെയ്യും. പക്ഷേ അതിനത്ര സെയിലൊന്നും എനിക്ക് വന്നിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നണു നമ്മളൊരു വില പറയുമല്ലോ, അത് ആർക്കും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഓൺലൈൻ പോലെയാണ്, ഷിപ്പിംഗ് ചാർജൊക്കെ വരുമ്പോഴത്തേക്കും നല്ല പൈസയാവുമല്ലോ. അതൊക്കെ കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണു. പിന്നെ കുറഞ്ഞ മെറ്റീരിയലിൽ ഇഷ്ടം പോലെ വഴിയരിയിലൊക്കെ നമുക്കിപ്പോൾ കിട്ടും. പക്ഷേ ഞാൻ വാങ്ങിച്ചിരുന്ന സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അത്യാവശ്യം വിലയുള്ള സാധനങ്ങളാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കളർ പോവാത്തതും അങ്ങനത്തെയൊക്കെ ഉണ്ട്. എല്ലാ ടൈപ്പും എൻ്റെ കയ്യിലുണ്ട്. ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്തു തുടങ്ങിയ സമയത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ചോദിക്കുമ്പോഴാണ് ചെയ്തു കൊടുക്കാറ്. പക്ഷേ സ്റ്റിച്ചിങ് ഇതിപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല. സ്റ്റിച്ചിങ് ശരിക്കും എനിക്ക് എന്താ പറയുക, ഒരു ജീവിക്കാനുള്ള മാർഗ്ഗമായിട്ട് തന്നെ തുടങ്ങുക എന്നുള്ള രീതിയിലാണ്. കൂടുതൽ വർക്ക് എടുത്ത് ചെയ്യുക മാക്സിമം, എന്നിട്ട് നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം ഇനിയൊരു ജോലിക്ക് പോക്കൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്റ്റിച്ചിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓൺലൈനായിട്ടാണ് തരണമെന്നുണ്ടെങ്കിൽ ഞാനിതിനകത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വേണമെങ്കിൽ അതിനകത്ത് കൂടി ഓർഡർ ചെയ്യാം. പറഞ്ഞ പോലെ കമ്മൽ, മാല, അങ്ങനത്തെ സാധനങ്ങൾ വേണമെങ്കിൽ, ഹെയർ ബാൻഡ്, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത് കൊടുത്തത്. ഒരു 12 കുട്ടികളുടെ ഒരു വെസ്കോട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. പിന്നെ അവർക്ക് വേണ്ടിയ ഹെയർ ബാൻഡും അവർ പറഞ്ഞ മാതിരി തന്നെ ചെയ്ത് കൊടുത്തു, ആ സെയിം മെറ്റീരിയലിൽ. അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വർക്കുകൾ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഇതിനൊന്നും മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകാനായിട്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ലല്ലോ. മറ്റുള്ളവരെ കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്നല്ലാതെ നമുക്കൊരിക്കലും എനിക്കായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്തിരുന്നിട്ട്.
പിന്നെ പൈസ കൊടുത്തുള്ള പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് മെസ്സേജസൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ആഴ്ചയ്ക്ക് ഏകദേശം 1800 രൂപയുടെ അടുത്തൊക്കെയാണ് ഓരോരുത്തർ പറയണത് അതിനകത്ത് വരുന്നത്. അങ്ങനെയൊന്നും എന്തായാലും അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് കണ്ട് ആൾക്കാർ തന്നെ, ആർക്കും ചിലവുള്ള കാര്യമല്ലോ, ജസ്റ്റ് ഒന്നൊരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ലല്ലോ. അപ്പോൾ ചിലർ കണ്ട് അങ്ങ് വിട്ടു പോവുകയാണ് ചെയ്യുക. ചിലർ ലൈക്ക് ചെയ്യാറുണ്ട്, ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതൊന്നും ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. എനിക്ക് വളരെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 39 സബ്സ്ക്രിപ്ഷൻസേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു 4-5 പേര് എൻ്റെ അടുത്ത വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ വേറെ ആരുടെയും എനിക്ക് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയെങ്കിലും ഒന്ന് എനിക്കൊരു 100 പേരെങ്കിലും ആയാൽ അത്രയും സന്തോഷം. അങ്ങനെ പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾ ഇനിയും വരും.